കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിശദാംശങ്ങളുമായി ശ്രീനിവാസൻ. ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പിനടുത്ത് ചപ്പാരപ്പടവിലാണ്. ചപ്പാരപ്പടവ് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ഞാൻ വരുമ്പോ അങ്ങ് ദൂരെയായിരുന്നു വെള്ളം. ഇപ്പോ ഈ റോഡിലേക്ക് വെള്ളം കയറി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ചപ്പാരപ്പടവ് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലാകും. പല വർഷങ്ങളിലും ഇതിനു മുമ്പും പല വർഷങ്ങളിലും ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലയിൽ മലയോര മേഖലയിൽ നിർത്താതെ പെയ്യുന്ന മഴ കാരണം താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം മേഖലയായാലും പയ്യന്നൂർ മേഖലയായാലും ഇരിട്ടി മേഖലയായാലും അതുപോലെ തന്നെ ആലക്കോട് മേഖലയായാലും ഒക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിവിടെ ഒരുപാട് വ്യാപാരികളൊക്കെ ഉണ്ട്. നമുക്ക് അവരെ കാണാം, അവരുടെ പ്രതികരണങ്ങൾ തേടാം. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ ഇവിടുത്തെ വ്യാപാരിയാണോ? എങ്ങനെയുണ്ട്? വെള്ളം കയറുന്നുണ്ടല്ലോ. വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ വളരെ സ്ലോ ആയിരുന്നു എന്നാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം കയറാനുള്ള കാര്യം? 2-3 ദിവസം തുടർച്ചയായിട്ട് മഴയാണ്. നമ്മൾ പോയാന്ന് പറയുന്നത് കർണാടക ഫോറസ്റ്റിൽ വരുന്നതാണല്ലോ. പെട്ടെന്നുള്ള ഈ ഉരുൾപൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തീവ്രമായിട്ടൊരു കയറ്റം ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചോ ഇല്ലയോന്നും അറിയില്ല. ഇപ്പം ഈ വർഷം തന്നെ ഇത് 2ാമത്തെ കയറ്റാണ്. ഈ സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറും. അതുപോലെ തന്നെ കുപ്പം പുഴയുടെ കൈവഴികളാണ് ഈ ചപ്പാരപ്പുഴ പുഴ ഉൾപ്പെടെയുള്ള പുഴകൾ. അതുകൊണ്ട് തന്നെ ഈ കർണാടക ഭാഗത്തിൽ ഉരുൾപൊട്ടലുണ്ടായാൽ ഈ പുഴയിൽ വെള്ളം ഇരച്ചെത്തും. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. ഒരുപാട് വ്യാപാരികൾ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഏതാണ്ട് മുത്തപ്പം വെള്ളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനൊക്കെ നേരത്തെ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ചേട്ടാ, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ? വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കടയിൽ കയറും. ഈ കടലിലും കയറും. ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരെ കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഈ മഴ കാരണം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മഴ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് തന്നെ പലയിടത്തും മതിലുകൾ ഇടിയുന്നുണ്ട്. ഇപ്പോ പാണപ്പുഴ മാതമംഗലത്തിനടുത്ത് പാണപ്പുഴയിൽ മതിലിടിഞ്ഞ് ഒരു ഗ്യാസ് ഗോഡൌണിന്റെ മതിലിടിഞ്ഞ് വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടത്തും ഇത്തരത്തിൽ റോഡരികുകൾ ഇടിയുന്നു. ഇത് ഈ ചപ്പാരപ്പടവിന്റെ ഒരു ഭാഗം കാണാം. ചപ്പാരപ്പടവ് ഇതൊരു മെയിൻ റോഡാണ്. വാഹനങ്ങൾ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു മെയിൻ റോഡിന്റെ അവസ്ഥയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് വാഹനങ്ങളൊക്കെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ വാഹനങ്ങളും തിരിച്ചു പോകുന്നു. ഇവിടെ വന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച. ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ. എങ്ങോട്ടേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ചപ്പാരപ്പടയിൽ നിന്നും കാണുന്നത്. അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം പോലെയുള്ള മേഖലകളിൽ പുഴയിൽ ശക്തമായ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീകണ്ഠാപുരം ടൗണിലൊക്കെ പല വർഷങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇനി എന്താകും അവസ്ഥ എന്നതിനെ കുറിച്ച് ആകെ ആശങ്കയിലാണ് വ്യാപാരികൾ. ഈ മഴ നിർത്താതെ തുടരുകയാണെങ്കിൽ പലയിടത്തും ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് കാരണം കർഷകരും ഏറെ ആശങ്കയിലാണ്. എന്തായാലും ചപ്പാരപ്പടവിൽ മഴ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.